സോ ജർമ്മനിയിലെ പാർട്ട് ടൈമിൻ്റെ സ്ട്രഗിൾസ് ഇപ്പം കുറേ പേര് പറയുന്നൊരു സംഗതിയാണ്. ബട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇത് എന്തുകൊണ്ട് ഈ പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ പോയ സമയങ്ങളിലെല്ലാം നമ്മുടെ ഒരു ആവശ്യബോധത്തോടെ നമ്മൾ പോയി ചോദിക്കണം. പക്ഷെ ഞാൻ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ജർമ്മനിയിലെ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി പോയി ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ട അത്ര ഒരു പ്രിപ്പറേഷനോട് കൂടി ആയിരിക്കത്തില്ല നമ്മൾ പോയി ചോദിക്കുന്നത്. നമ്മൾ കാഷ്വലി പോകുന്നു, അവിടെ പോകുന്നു, ജോലി ഉണ്ടോ ചോദിക്കുന്നു, അവരപ്പം എന്താ പറയുക, ഇവരില്ല എന്ന് പറയും, നിങ്ങളെ പറഞ്ഞു വിടും. റാദർ നമ്മൾ കുറച്ച് ജർമ്മനിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു വെച്ച്, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ ഒന്ന് പ്രിപ്പയർ ആയി, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് നമ്മളൊരു ജോലിക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ജർമ്മനിയിൽ ഇപ്പോഴും പാർട്ട് ടൈം കിട്ടും. അതിന് ഉദാഹരണമാണ്, ഞാൻ എൻ്റെ പേജിലൂടെ തന്നെ ഈ പാർട്ട് ടൈമിനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ പാർട്ട് ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വളരെ വേഗം എന്താ പറയുക, പെട്ടെന്ന് സഡനായിട്ട് ഞാൻ എൻ്റെ ജർമ്മനിയിൽ താമസിക്കുന്നിടത്ത് ബെർലിനിൽ ഒരു അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി പാർട്ട് ടൈമിൻ്റെ ജോലി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് തീർച്ചയായിട്ടും യെസ്, അടുത്ത ദിവസം വരൂ, നമുക്ക് ഷെഫിനെ കാണാം, ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ജോലി ഉണ്ട് എന്നുള്ളൊരു സംഗതി എൻ്റെ അടുത്ത് പേഴ്സണലി അവിടുത്തെ ആൾക്കാർ പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോസ് ഇപ്പോഴും എൻ്റെ പേഴ്സണൽ പേജിൽ കിടപ്പുണ്ട്, എല്ലാവർക്കും അത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു ആവശ്യം എന്നോണം പോയി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. അതല്ലാതെ അവർക്ക് വേണമെങ്കിൽ എനിക്ക് ജോലി തന്നോണം എന്നുള്ള മൈൻഡിൽ ഒട്ടും പ്രിപ്പയർ ആകാതെ നമ്മൾ പോയി ചോദിച്ചാൽ ജോലി കിട്ടില്ല. സോ ബി പ്രിപ്പയർഡ്, ലേൺ ജർമ്മൻ, ഗോ ആൻഡ് യു വിൽ ഫൈൻഡ് പാർട്ട് ടൈം ഫോർ ഷുവർ.